തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ തുക 120 സംഖ്യകൾ കാണുക. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ നമുക്കറിയാം. കാരണം സമ്മ നമുക്കറിയാം, സംഖ്യകൾ കാണണം. ഈവൺ നമ്പേഴ്സ് ഏതാണ്? ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 എക്സെട്ര അല്ലേ? അതായത് 2 കൂടി കൂടി പോകണം, 2 കൂടി കൂടി പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഇരട്ട സംഖ്യകളാണ്. ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് എടുത്ത് വരിക്കുക, അടുത്ത 2 കൂട്ടു ഇത് വരും x+2, വീണ്ടും 2 കൂട്ടു x+4, അടുത്തത് x+6, അടുത്തത് x+8, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4, 5 ഇരട്ട സംഖ്യകൾ പറഞ്ഞു. നമുക്ക് ഇതാണ് 5 ഇരട്ട സംഖ്യകൾ. എന്താ പറയുന്നത്? തുക ഇതെല്ലാം കൂടി കൂട്ടുക, കൂട്ടണം 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 കൂട്ടുക. കൂട്ടി എത്ര കിട്ടും? 120. ഇനി നമുക്കിത് കൂട്ടുക. ഒരു എക്സ് 1, 2, 3, 4, 5x സംഖ്യകൾ കൂട്ടുക. 2, 4, 6, 6, 6, 12 കിട്ടും, പ്ലസ് 20 സമം 120. ഇതെങ്ങനെ എക്സ് കാണുമ്പോൾ ആദ്യം 20 അങ്ങോട്ട് എടുക്കണം, 20. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 5x സമം 120 പ്ലസ് 20 അങ്ങോട്ട് എടുക്കുമ്പോൾ -20. 5x സമം കുറയ്ക്കുമ്പോൾ 100, x സമം 100/5, 20. അതായത് എന്താ കിട്ടിയേ? ആദ്യത്തെ ഇരട്ട സംഖ്യ കിട്ടി. അപ്പോൾ ആ ഇരട്ട സംഖ്യകൾ ഏതൊക്കെ? 20. തൊട്ടടുത്ത് എന്ത് വരും? 22, 24, 26, 28. ഇതാണ് ആ 5 ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഇതുപോലൊരു ചോദ്യം വന്നാൽ എങ്ങനെ? തുടർച്ചയായ 5 എന്ന് തന്നെ വരണം. ഇരട്ട സംഖ്യകളുടെ തുക തന്നാൽ നമുക്ക് എളുപ്പ വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ തുകയെന്ന് 20 കുറയ്ക്കുക. കണ്ടോ? തുകയെന്ന് 20 കുറയ്ക്കുക. 20 സ്ഥിരസംഖ്യയാണ് കേട്ടോ. അപ്പോൾ തുകയെന്ന് 20 കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. തുകയെന്ന് 20 കുറയ്ക്കുക, ആ കിട്ടുന്ന ഉത്തരത്തെ 5 കൊണ്ട് ഹരിച്ചാൽ അതാണ് എളുപ്പ വഴി. അപ്പോൾ ചെറിയ സംഖ്യ കിട്ടും, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം.